നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ രീതിയിലൊരു കക്കർച്ചി ഫ്രൈ തയ്യാറാക്കിയാലോ. അതിനായി ക്ലീൻ ചെയ്ത കക്കർച്ചിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. അത് വേവണ സമയം കൊണ്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് 2 സവാള ചേർത്ത് കൊടുക്കണം. ഇച്ചിരി കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഉപ്പിട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ചെറിയൊരു തക്കാളി ചേർക്കണം. വലുതാണെങ്കിൽ പകുതി ചേർത്താലും മതി. തക്കാളി എല്ലാം വെന്തുടഞ്ഞതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കർച്ചി ചേർത്ത് കൊടുത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. സവാളൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറണം. കുരുമുളകിൻ്റെ ഫ്ലേവറും അതൊക്കെ ആയിരിക്കും പിന്നെ വന്നത്. അതൊക്കെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. കൈ വിടാതെ വേണം ഇളക്കിയെടുക്കാൻ, അടി പിടിക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കർച്ചി ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകും.